സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര്. പക്ഷെ പണിക്കൂലി, HUID, ഹോൾസെയിൽ വില എല്ലാം നോക്കണേ. എല്ലാം നോക്കി. ഇനി അഡോറ മതി. അഡോറ ജ്വല്ലേഴ്സ്, കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം ജ്വല്ലറി, ഇക്കാണ്ടവാരി റോഡ്, തൃശൂർ, യൂണിറ്റ് ഓഫ് TC-Con. വടക്കാഞ്ചേരി നഗരസഭയുടെ 2023-24 സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം വിതരണം ചെയ്തു. ആര്യമ്പാടം പകൽ വീട്ടിൽ വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തവണത്തെ പദ്ധതിയിലും കഴിഞ്ഞ 3 വർഷങ്ങളായിട്ടുള്ള പദ്ധതിയിൽ നമ്മൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള മുച്ചക്രവാഹനം എന്ന പ്രോജക്റ്റ് വെച്ച് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ഒരു ആരോപണം ഉണ്ടായി, അർഹർക്കല്ല കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ആരോപണം അന്വേഷിച്ച് ചെന്നപ്പോൾ അയാൾ നല്ല 100%, ഒരു 60% ഭിന്നശേഷിക്കാരനാണ്. അപ്പോൾ ആരോപണം ഉന്നയിച്ച ആൾക്കാർക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വായു കൊണ്ടൊന്നും പറയാലോ ആളുകൾക്ക്. ഇത്തവണ നമ്മൾ 9 പേര് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ അർഹത വെച്ചുകൊണ്ട് തന്നെയാണ്. ICDS സൂപ്പർവൈസർക്ക് ശോഭനയ്ക്കാണ് വലിയ വിഷമമുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ്. 10 ലക്ഷം രൂപ ഉൾപ്പെടുത്തി വാങ്ങിയ 9 മുച്ചക്ര വാഹനത്തിന്റെ വിതരണ ഉദ്ഘാടനം ആര്യമ്പാടം പകൽ വീട്ടിൽ വെച്ച് ചൊവ്വാഴ്ച 10:30 നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. നഗരസഭ വിതരണം ചെയ്യുന്ന മുച്ചക്ര വാഹനങ്ങൾ ഉപയോഗിച്ച് ചെറിയ ജോലികൾ ചെയ്ത് ജീവിത ഉപാധികൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്ന നിലയിലേക്ക് വളരണമെന്ന് ഗുണഭോക്താക്കളോട് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അഭ്യർത്ഥിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AM ജമീലാബി അധ്യക്ഷത വഹിച്ചു. ഡിസംബർ 23 നമ്മളിവിടെ ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാർക്ക് സമൂഹത്തിലെ താഴെ തട്ടിൽ നിൽക്കുന്നവർക്ക് അവരുടെ ഇപ്പം ഭിന്നശേഷി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ജന്മന ഭിന്നശേഷി ആവുന്നവരുണ്ട്, അതുപോലെ തന്നെ വിവിധങ്ങളായ കാരണങ്ങളാൽക്കുണ്ട്. ഇപ്പോൾ ആക്സിഡൻറ്റ്, മറ്റുള്ള അസുഖങ്ങളാലും നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് അത് പ്രകടിപ്പിക്കാൻ വയ്യാത്തവരുടെ ആ ജീവിത സാഹചര്യത്തിൽ മറ്റുള്ളവരോടൊപ്പം തന്നെ കിടനിൽക്കത്തക്ക രീതിയിലുള്ള അവരുടെ ആവശ്യങ്ങളിലേക്ക് നമുക്ക് പുറത്തേക്ക് പോകുന്നതിന് മറ്റും തന്നെ വേണ്ടിയിട്ടും ബുദ്ധിമുട്ടുകളും മറ്റുള്ള എല്ലാ പ്രയാസങ്ങളെയും നമുക്ക് അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ പരിപാടികളാണ് നമ്മുടെ സർക്കാർ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടെ നമ്മൾ ഭിന്നശേഷിക്കാർക്കായിട്ട് കൊണ്ടുവരുന്നത്. ICDS ഓഫീസർമാരായ ശോഭന, രമ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, ആര്യമ്പാടം. You are watching VCV News.